ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇനി ഫിഫ വേൾഡ് കപ്പ് ഫൈനൽ തുടങ്ങാൻ കുറച്ച് നേരം കൂടെ ഉള്ളൂ. അപ്പോൾ ഞാനും ഉണ്ട് നിങ്ങളോടൊപ്പം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ എനിക്കും ഉണ്ട് ഒരു ബോളിൻ്റെ കഥ പറയാം. അപ്പോൾ നമുക്ക് കേൾക്കാം. അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്മാർ എന്നും വന്ന് എൻ്റെ ഗേറ്റിൻ്റെ അപ്പുറത്ത് നിന്ന് ഫുട്ബോൾ കളിക്കും. അപ്പോൾ എനിക്കും അത് കാണുമ്പോൾ കൊതിയാവും. അവർ ഓരോ ബോൾ അങ്ങോട്ടടിക്കും ഇങ്ങോട്ടടിക്കും, ഞാൻ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. അങ്ങനെ ഈ എല്ലാ ദിവസവും ഇങ്ങനെ അവർ വന്ന് ബോൾ അടിക്കുമ്പം ഇങ്ങനെ ഞാൻ അതിൻ്റെ പുറകെ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. അവരാണെങ്കിൽ ഭയങ്കര രീതിയിലൊക്കെ കളിക്കും ബോൾ അങ്ങോട്ടടിക്കും. എൻ്റെ അടുത്തോട്ട് വരുന്ന ബോളുകൾ ഞാൻ ചാടി പിടിക്കാൻ തോന്നും. പക്ഷേ ഗേറ്റ് അടച്ചിട്ടേക്ക് ആണല്ലോ, എനിക്കതുകൊണ്ട് അത് കളിക്കാൻ തൊടാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ആ ചേട്ടന്മാർ കളിക്കുന്നതിന് നോക്കി ഞാനിങ്ങനെ കൊതിയോടെ നിൽക്കും. അവരാണെങ്കിൽ മെസ്സിയെയും റൊണാൾഡോയും പോലെ അവരിങ്ങനെ കളിച്ചിരിക്കും. ഞാൻ ആ ബോളിൻ്റെ കൂടെ കിടന്ന് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഇങ്ങനെ ഓടി ഇങ്ങനെ കളിച്ച് ഞാനും ഇങ്ങനെ എൻജോയ് ചെയ്യും അത് കാണുമ്പോൾ. പക്ഷേ അമ്മ എനിക്ക് ഗേറ്റ് തുറന്ന് വിടത്തില്ല ആരോടും പോയി കളിക്കാൻ. അതുകൊണ്ട് എനിക്കങ്ങ് ഭയങ്കര വിഷമിച്ച് നിൽക്കും. അങ്ങോട്ടോടും ഒരു ബോൾ അങ്ങോട്ട് അടിക്കുമ്പോൾ ഞാൻ അങ്ങോട്ടോടും, ഒരു ബോൾ ഇങ്ങോട്ട് അടിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ടോടും. അങ്ങനെ രണ്ടുപേരുടെയും മത്സര കളിയും കണ്ട് ഞാനിങ്ങനെ നോക്കി നിന്ന് ഇങ്ങനെ വിഷമിച്ച് നിൽക്കും. എന്നും ചേട്ടന്മാർ വന്ന് അവിടെ വന്ന് ഫുട്ബോൾ കളിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഈ ബോളിൻ്റെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ എൻ്റെ ഫുട്ബോളിൻ്റെ ഭ്രമം കണ്ട് എൻ്റെ വിശപ്പവും കണ്ട് അമ്മ എനിക്കൊരു ഫുട്ബോളും ഒരു ജേഴ്സിയും വാങ്ങി തന്നു. അമ്മ ഭയങ്കര റൊണാൾഡോ ഫാൻ ആണെങ്കിലും അമ്മ എനിക്കൊരു മെസ്സിയുടെ ജേഴ്സി മേടിച്ച് തന്നു. അമ്മ വിചാരിച്ചു ഞാനങ്ങ് ഭയങ്കര ഫുട്ബോൾ പ്ലെയറാണെന്ന്. അങ്ങനെ അമ്മ ഫുട്ബോൾ മേടിച്ച് തന്നു. ഇനി നിങ്ങൾ ശേഷം കാണും ആ ഫുട്ബോളിന് എന്താ സംഭവിച്ചതെന്ന്. എൻ്റെ അമ്മ വിചാരിച്ചു ഞാനിങ്ങനെ ഫുട്ബോൾ പോസ്റ്റുകളിൽ മാറി മാറി ഗോൾ അടിച്ചുകൊണ്ടേയിരിക്കുമെന്ന്. പക്ഷേ എന്താണ് സംഭവിച്ചത്? എൻ്റെ കയ്യിൽ ബോൾ കിട്ടിയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കിനി കാണാം. പാവം അമ്മ വിചാരിച്ചു ഞാനിപ്പോൾ അങ്ങ് ബോൾ കളിച്ചങ്ങ് തകർക്കുമെന്ന്. അങ്ങനെ ബോൾ ഞാൻ ഇങ്ങനെ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും കളിച്ച് പിന്നെ അതെങ്ങനെ നശിപ്പിക്കാമെന്നായി എൻ്റെ ചിന്ത. അങ്ങനെ കളിച്ച് ഇങ്ങനെ കളിച്ച് എല്ലാ രീതിയിലും പിന്നെ ഞാൻ ഇടയ്ക്ക് കുഴഞ്ഞ് ഫുട്ബോളിൻ്റെ പുറകെ നടന്ന് കുഴഞ്ഞ് ഇനി നിങ്ങൾ കണ്ടു നോക്കുക ആ ബോൾ എന്തായി മാറിയെന്ന്. പിന്നെ ഇങ്ങനെ കുഴഞ്ഞ് കിടന്ന് പിന്നെ ബോൾ അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് എടുക്കാൻ മടി, അത്രയ്ക്ക് കുഴഞ്ഞ് ബോൾ കളിച്ച്. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചതിന് ശേഷം അമ്മ ഈ ബോൾ കൊണ്ട് ഒളിച്ച് വെച്ച്. അങ്ങനെ ഒളിച്ച് വെച്ച് പിന്നെ ഞാൻ അങ്ങനെ ബാക്കിൽ കൂടെ പോയി പിന്നെ അമ്മയുടെ പോയി അമ്മയെ സോപ്പിട്ട് വീണ്ടും ആ ബോൾ മേടിച്ചുകൊണ്ട് വന്ന് ഓരോ കളികൾ തുടങ്ങി. പിന്നെ ഞാൻ അമ്മയെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി ബോളിട്ട് പല വേലകളും കാണിച്ചു. പല ഉണ്ട്. പിന്നെ പണ്ട് മറഡോണയൊക്കെ കാണിക്കുന്ന കണക്ക് പല വേലകളും അമ്മയെ ഒക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. അമ്മ ഞാൻ ബോൾ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. അമ്മയൊന്ന് ഇമ്പ്രസ് ചെയ്യിക്കണ്ടേ, അമ്മ പാവം മേടിച്ചുകൊണ്ട് വന്ന ബോളല്ലേ, കഷ്ടപ്പെട്ട് അമ്മ നടന്നു പോയി മേടിച്ചുകൊണ്ട് വന്ന ബോളാണ്. അപ്പോൾ അമ്മയ്ക്കൊരു ഇമ്പ്രഷൻ കൊടുക്കാൻ വേണ്ടി പല അടവുകളും ഞാൻ കാണിച്ചു കൊടുത്തത്. ബോൾ കൊണ്ട് അങ്ങോട്ട് കളി ഇങ്ങോട്ട് കളി ഒന്ന് കാണണമായിരുന്നു. ആ ബോളിൻ്റെ പെയിൻ്റ് എല്ലാം പോയി തുടങ്ങിയപ്പോൾ അമ്മ എൻ്റെ ഇത് മേടിക്കാനായിട്ട് വന്നു. ഞാൻ അതുകൊണ്ട് ഓടിയിട്ട് പിന്നെയും അമ്മയെ കുറേ പെലയും മറഡോണയൊക്കെ കാണിക്കുന്ന കണക്ക് കുറേ ബോളിൻ്റെ അഭ്യാസങ്ങളൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. എന്നിട്ടുണ്ടോ അമ്മ കേൾക്കുന്നു. അമ്മ വീണ്ടും എന്നെ ഓടിച്ച് ബോൾ മേടിക്കാനായിട്ട് അതിൻ്റെ അതുകളെല്ലാം എൻ്റെ വയറ്റിൽ പോകുമെന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ എൻ്റെ പുറകെ ഓടി. ഞാനും ഓടി ആ ബോൾ കൊണ്ട് ഇനി എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം ഞാൻ ചെയ്തു. ആ ബോൾ കൊണ്ട് പല അഭ്യാസങ്ങളും ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ എൻ്റെ പുറകെ വന്നത് വാങ്ങിക്കാൻ വീണ്ടും വന്നു. എന്നിട്ട് ഞാൻ അതും കൊണ്ട് ഓടി. അതിൻ്റെ കാറ്റെല്ലാം പോയി. ലാസ്റ്റ് അതിങ്ങനെ കടിച്ച് ഞാൻ അതിൻ്റെ പെയിൻറ്റുകളെല്ലാം ഇളക്കി അവിടെ മൊത്തവും ഇട്ട്. അപ്പോഴമ്മ കമ്പുമായിട്ട് വന്ന് ഞാൻ ഓടി. എന്നിട്ട് ഞാൻ അമ്മയ്ക്ക് ആ ബോൾ കൊടുത്തില്ല. ലാസ്റ്റ് ആ ബോളിൽ എന്തൊക്കെ കാണിക്കാമോ അതെല്ലാം ഞാൻ കാണിച്ച ആ ബോൾ മൊത്തവും നശിപ്പിച്ച്. ലാസ്റ്റ് എൻ്റെ ഒരു വന്ന് നിൽക്കൽ കാണുമ്പോൾ അമ്മ പറയുന്നു, യോധേൽ സിനിമയിൽ പറയുന്ന പോലെ അതുകൊണ്ട് ജയിച്ച് വന്ന് നിൽക്കുന്നു നിൻ്റെ മോൻ, ആ സ്റ്റൈലിലാണ് ഞാൻ വന്ന് നിന്നത്.